നമുക്ക് പണിവത് നാമോ സ്വർഗവും നരകവും. ഈ ചൊല്ല് ശരിയോ? നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ ജീവിതത്തെ സ്വർഗതുല്യവും നരകതുല്യവും ആക്കാൻ സാധിക്കും. എങ്ങനെ എന്നല്ലേ? അതായത് നമ്മുടെ മനസ്സിൽ പോസിറ്റീവ്, നെഗറ്റീവ് എന്നോ അല്ലെങ്കിൽ സത്ത്, അസത്ത് എന്ന് രണ്ട് തരം ഭാവങ്ങളുടെ ഉൽപ്പത്തി, സ്ഥിതി, ക്ഷയം എന്നിവയുണ്ട്. സത്ത് എന്നതിനെ നല്ലത്, നന്മ, വിവേകം എന്നൊക്കെ പറയുന്നുണ്ട്. അസത്തിനെ ചീത്ത, തിന്മ, അവിവേകം എന്നൊക്കെ പറയുന്നു. എന്നാൽ നമുക്ക് ആവശ്യം സദാ സത്താണ്. സത്തിലാണ് ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നത്. മനസ്സിൽ സദ്ഭാവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈശ്വരനിൽ മനസ്സർപ്പിക്കാനും അതുവഴി സത് പ്രവൃത്തികൾ ചെയ്യാനും സാധിക്കും. നല്ല പ്രവൃത്തികൾ ഒരുവനെ നല്ലവനാക്കി തീർക്കാൻ സഹായിക്കും. മാനസിക വൃത്തികൾ എല്ലാം നല്ലതായി തന്നെ സ്ഥിതി ചെയ്യുമ്പോൾ അസത് ഭാവനകളായ കാമക്രോധാദി വികാരങ്ങൾ ക്രമേണ ക്ഷയിക്കും. മനസ്സിൽ നന്മ മാത്രം സ്ഥിതി ചെയ്യും. ക്രമേണ അവനിൽ വിവേകബുദ്ധി സ്ഥിരമാകാനും അതുവഴി സഹായിക്കും. നന്മ തിന്മകളെ വേർതിരിച്ചറിയാൻ സാധിക്കും. സദ്ഭാവമുള്ള ഒരു വിവേകശാലിക്ക് നല്ലതിൽ മാത്രമേ മനം നിൽക്കൂ. അപ്പോൾ അവൻ മാനസികമായി ഉയർന്ന് തനിക്കും സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ നല്ലവനായി കാണപ്പെടും. അപ്പോൾ അവൻ്റെ ജീവിതം സ്വർഗതുല്യമാകും. ഇതിനെയാണ് ജീവിതത്തെ സ്വർഗതുല്യമാക്കി മാറ്റാൻ സാധിക്കും എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഒരുവൻ്റെ മനസ്സിൽ സദ്ഭാവങ്ങൾ ക്ഷയിച്ച് ദുഷ്ടഭാവങ്ങളായ കാമക്രോധാദികൾ ഉടലെടുക്കുമ്പോൾ മനസ്സ് അസത്തിൽ നിശ്ചലമായി നിൽക്കും. അവൻ്റെ ഭാവത്തിലും നോട്ടത്തിലും പ്രവൃത്തിയിലും പറച്ചിലിലും സത്തിൻ്റെ കണിക പോലും ഉണ്ടാവില്ല. അസദ്ഭാവത്തിൻ്റെ പിടിയിലമർന്നിരിക്കുന്ന അവന് എല്ലാം ചീത്തയായി തോന്നും. എല്ലാവരും അവനെ വെറുക്കുന്നതായി തോന്നും. തന്നോടാർക്കും തന്നെ സ്നേഹമില്ലെന്ന് തോന്നും. ഞാൻ പറയുന്നത് ആരും വകവെക്കുന്നില്ലെന്ന് തോന്നും. ഒന്നിലും ഒരു തരത്തിലും നന്മ കാണാനുള്ള കഴിവ് അവന് നഷ്ടപ്പെടുന്നു. അവൻ്റെ നല്ലത് പ്രതീക്ഷിച്ച് ആരെങ്കിലും കാര്യങ്ങൾ വിശദമാക്കി മനസ്സിലാക്കി കൊടുക്കാൻ ചെന്നാൽ അവരെ കൂടെ ശത്രുവായി കരുതും. അങ്ങനെ വരുമ്പോൾ അവൻ സ്വയം നരകതുല്യ ജീവിതം കെട്ടിപ്പടുക്കും. ഇതെല്ലാം മനസ്സിലെ ഭാവങ്ങളുടെ അവിവേകങ്ങളുടെ തിരിച്ചറിവില്ലാത്തതാണ് കാരണം. എന്നാൽ അവിടെയും ഒട്ടും വൈകിട്ടില്ല. വിവേകമുദിച്ച് നന്മയെ തിരിച്ചറിഞ്ഞ് ജീവിച്ചാൽ ജീവിതം സ്വർഗതുല്യമാക്കാം. തിന്മയിൽ മനം നിന്നാൽ ജീവിതം നരകതുല്യമാക്കാം. അതാണ് പറയുന്നത്, നമുക്ക് നാമേ പണിവത് സ്വർഗവും നരകവും. നമ്മുടെ ജീവിതം സ്വർഗതുല്യവും നല്ലതുമാക്കി തീർക്കുന്നത് നമ്മൾ തന്നെയാണ്, നമ്മുടെ മനസ്സാണ്. മനസ്സ് ഇന്ദ്രിയങ്ങൾക്ക് അതീതമാകുമ്പോൾ പ്രവൃത്തി അതിനനുസരിച്ച് മനസ്സറിയാത്തതാകും. പിന്നെ പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. ഇന്ദ്രിയങ്ങൾ മനസ്സിന് അധീനമായി കർമ്മം ചെയ്യുമ്പോൾ മനസ്സ് നന്നാകും, കർമ്മം പിഴയ്ക്കില്ല, ജീവിതം സുഖമാകും. ഇതിനാണ് പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തെ സ്വർഗതുല്യവും നരകതുല്യവും ആക്കാൻ സാധിക്കുമെന്ന്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഓൾ.